मुझे प्रेम से घेर लिया है यीशु तेरी आराधना, तेरे पाँवों को चूमता हूँ, मेरी महिमा की आशा। मुझे प्रेम से घेर लिया है यीशु तेरी आराधना, तेरे पाँवों को चूमता हूँ, मेरी महिमा की आशा। വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ചിലപ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പം ഒരു സങ്കടം തോന്നും, ഈ പുറത്താക്കിയ വാക്യമൊക്കെ എന്തിനാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു നോക്കി, ദൈവം ആദാമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഒറ്റയ്ക്കല്ല പുറത്താക്കുന്നത്, അവരെ കുടുംബമായിട്ടാണ് പുറത്താക്കുന്നത്. വേണമെങ്കിൽ തെറ്റ് ചെയ്ത ഒരാളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളെ അകത്താക്കാം. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. അതിൻ്റെ അർത്ഥം പർദീസ നഷ്ടപ്പെട്ടാലും അവരുടെ കുടുംബം അവർക്ക് നഷ്ടപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. ഇതിനകത്തൊരു വലിയ തോതുണ്ട്. നിങ്ങളുടെ ഫാമിലി ദൈവത്തിന് ഏറ്റവും വിലയേറിയത്. പർദീസയിലേക്ക് നാളെ അല്ലെങ്കിൽ വിടുതലിലേക്ക് നാളെ ദൈവം തൻ്റെ പുത്രനിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ആദ്യം തന്നെ അവരുടെ കുടുംബമാണ് തകരുന്നെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യരാശി എന്ന് പറയുന്നതൊരു വികലമായി മാറും. ഞാനിവിടെ പറയുന്നത് ദൈവത്തിന് നിങ്ങളുടെ കുടുംബം വളരെ വിലയേറിയതാണ്. അതുകൊണ്ടാണ് അവരെ ഒരുമിച്ച് പുറത്താക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒത്തിരി ഗൗരവമായിട്ട് ചിന്തിക്കാറില്ല. പക്ഷേ ഞാൻ അവിടെ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒത്തിരി ഗൗരവമായിട്ട് കാണാം. നിങ്ങളുടെ കുടുംബം തകരാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ കുടുംബം ഏത് സാഹചര്യത്തിലും ഒരുമിച്ചായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു റിജക്ഷൻ എന്ന് പറഞ്ഞാൽ പോലും കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുക എന്നുള്ളതാണ്. ദാവീദ് കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടു. അതൊരു ഭയങ്കര തകർച്ചയാണ്. പക്ഷേ യോശുവ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനിത് പറയുമ്പം ദൈവത്തിന് ഈ തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ട ചില കുടുംബങ്ങളെ ആവശ്യമുണ്ട്. അതിലൊരു കുടുംബം നിങ്ങളുടെ കുടുംബമാണ്. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, ഒത്തിരി കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. നോ പ്രോബ്ലം. കർത്താവ് അതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന് ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായൊരു കുടുംബമാക്കി ദൈവം തീർക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ സമയം കുടുംബത്തിനോടുകൂടെ കുഞ്ഞുങ്ങളോടുകൂടി ഇരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരു അത്ഭുത വിഷയമാക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ജനിക്കും, സാക്ഷ്യങ്ങളുണ്ടാകും. അതിനുവേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ പല പ്രശ്നങ്ങളും മാറും. നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറും. നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് അത്ഭുതമാക്കി തീർക്കും. യെസ്, അത്ഭുതങ്ങൾ ജനിക്കും. യെസ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുമെന്നൊരു ഉറപ്പ് തരുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവേ, അങ്ങ് കുടുംബങ്ങളെ കർത്താവെ അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദി പറയും. യേശുവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിലെ എല്ലാ തകർച്ചകളെ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. കുടുംബങ്ങളുടെ അനൈക്യങ്ങളെല്ലാം മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, കുടുംബങ്ങൾ കർത്താവെ ചിതറി നിൽക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കുടുംബങ്ങൾ റീസ്റ്റോർഡ് ആവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ.
പിതാവ്, മാതാവ്, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ, ആൺമക്കൾ, പെൺമക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ വിദേശത്താണെങ്കിൽ വിദേശത്തും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ അവിടെയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഏതെങ്കിലും കുടുംബത്തിനകത്ത് കുടുംബങ്ങൾ തകരപ്പെടുന്ന നിലകളിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കർത്താവേ, അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. കർത്താവേ, അവർക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കൊടുക്കണമേ. ജോഷുവയുടെ സാക്ഷ്യം പോലത്തെ ഒരു സാക്ഷ്യം നീ അവർക്ക് കൊടുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ ചില ഭയങ്കര കൈപ്പേറിയ അനുഭവത്തിലൂടെയും ഡൈവോഴ്സിൻ്റെ വക്കിലൂടെയും തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന നിലയിലൂടെയും അറിയാതെ തോട്ടത്തിനകത്ത് കയറിയ പാമ്പിനെ പോലെ എവിടെ നിന്നൊക്കെയോ വന്നു കയറിയ ചില പ്രശ്നങ്ങൾ അകത്ത് കയറിയും ഒക്കെ ഭാരപ്പെടുന്ന കുടുംബത്തെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബത്തിനുണ്ടാകട്ടെ. ഒരൈശ്വര്യം അവരുടെ കുടുംബത്തിനുണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. ആവശ്യമായ ഡിവൈൻ ഹെൽത്തും ഡിവൈൻ വിസ്ഡവും ഡിവൈൻ പ്രൊവിഷനും യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.